വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായി ഒരു കുറ്റസമ്മതത്തോടു കൂടി തുടങ്ങട്ടെ. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് മാറഡോണയുടെ ആത്മകഥ എൽ ഡിയാഗോയെക്കുറിച്ചാണ്. പക്ഷേ മാറഡോണയുടെ ആത്മകഥ വായിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല എന്ന് കുറച്ച് കുറ്റബോധത്തോടെയും അതിനേക്കാൾ ലജ്ജയോടെയും സമ്മതിച്ചുകൊണ്ട് ഈ സംസാരം തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ഇതുപോലുള്ള സന്തോഷങ്ങൾക്ക് സമയം വളരെ കുറവായതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യത്തിലായിരുന്നില്ലെങ്കിൽ നേരത്തെ തന്നെ വായിക്കുമായിരുന്ന മാറഡോണയുടെ ആത്മകഥ വായിക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് തന്നെ ഇതിന് വരുന്നതിന് മടിയുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ നോക്കിയതാണ്. കലിമുദ്ദീൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ വന്നതാണ്. അപ്പം അതുകൊണ്ട് മാറഡോണയെ മുൻനിർത്തി ഫുട്ബോൾ എങ്ങനെ ഒരു വർഗസംഘർഷത്തിൻ്റെ സമരഭൂമിയായി മാറുന്നു എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തലയിലില്ല എന്നും നിങ്ങളോട് പറയേണ്ടതുണ്ട്. തലയിലുള്ളതെന്താണ് എന്ന് ചോദിച്ചാൽ മാലിന്യമാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. അപ്പം അതിനിടയിൽ നിന്നുകൊണ്ടാണ്, വേണമെങ്കിൽ കഴുത്തറ്റം മാലിന്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഫുട്ബോളിനെ കുറിച്ച് പറയുന്നത് എന്ന് പറയാം. മാറഡോണ മലപ്പുറത്തുകാർക്ക് മാത്രമല്ല, മലയാളികൾക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട ഒരാളെ പോലെയുള്ള ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഭൂമിയുടെ മറ്റേ പകുതിയിൽ ജീവിച്ച ഒരു താരമായിട്ടോ, നമ്മളിൽ മഹാഭൂരിപക്ഷം പേരും ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത അപരിചിതത്വം അനുഭവപ്പെടുന്ന ഒരാളായിട്ടോ അല്ല മാറഡോണയെ നമ്മളെല്ലാം കാണുന്നത്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, സ്വന്തം എന്ന് പറയാവുന്ന ഒരാൾ എന്ന നിലയിലാണ്. എങ്ങനെയാണ് മാറഡോണയുമായിട്ട് അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം മലയാളികൾക്കുണ്ടായത്? അത് ഫുട്ബോളിനോടുള്ള ആഭിമുഖ്യം, ഫുട്ബോൾ ഭ്രാന്ത് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് പെലെയോടില്ല. പെലെ മഹാനായിട്ടുള്ള കളിക്കാരനാണ്, ഒരു സംശയ കാര്യത്തിലില്ല. പെലെയോട് അത്തരമൊരു വൈകാരിക അടുപ്പം മലയാളികൾക്കുണ്ടായിട്ടില്ല. ഇഷ്ടമുണ്ട്, ആരാധനയുണ്ട്. പക്ഷെ മാറഡോണയോടുള്ളതൊരു വൈകാരികമായ ഗാഠമായ അടുപ്പമാണ്. അപ്പം അതിന് മാറഡോണയുടെ പ്രതിഭ, കളി മികവ്, അതിനെല്ലാം അപ്പുറമുള്ള കാരണങ്ങളുണ്ട്. വെറും രാഷ്ട്രീയ കാരണം എന്ന് പറഞ്ഞാൽ മതിയാവില്ല. മാറഡോണ നിരന്തരമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന, ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്ന, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന വർഗപക്ഷപാതിത്വമാണ് മാറഡോണയോടുള്ള മലയാളിയുടെയും ലോകമാകെയുള്ള നീതിക്ക് വേണ്ടി പൊരുതുന്ന എല്ലാ മനുഷ്യരുടെയും ഈ ഐക്യപ്പെടലിൻ്റെ കാരണം. നമ്മളെല്ലാം മാറഡോണയെ ആദ്യമായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറ 1986 ലോകകപ്പ് സമയത്ത് ടെലിവിഷൻ സ്ക്രീനിലാണ്. ഞാനന്ന് 10ാം ക്ലാസ് പഠിക്കുകയാണ്. കളവറയിൽ നിന്ന് എൻ്റെ വീട്ടിലിരിക്കുന്ന സ്ഥലത്തേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. രാത്രി ഇവിടെ രാജീവ് പരാമർശിച്ച വിഖ്യാതമായ അർജന്റീന ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരം കാണാൻ രാത്രി 10 മണിക്ക് കൂരാക്കൂരിട്ടത്ത് ടോർച്ചിൻ്റെ വെളിച്ചം പോലും ഇല്ലാതെ 5 കിലോമീറ്റർ നടന്ന് വീട്ടിലെത്തി ആ കളി കണ്ടത് ഇപ്പോഴും അവിസ്മരണീയമായൊരു ഓർമ്മയാണ്. ആ കളി ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്നത് മാറഡോണയുടെ മാസ്മരികമായ പ്രകടനം കൊണ്ടാണ്. 2 ഗോളുകൾ, അതിലൊന്ന് ഫുട്ബോൾ ചരിത്രത്തിലെ മഴവിൽ അഴകുള്ള ഗോളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്.
സെൻട്രൽ സർക്കിളിൽ നിന്ന് പന്ത് കാലിൽ സ്വീകരിച്ച് 7 ഇംഗ്ലീഷ് കളിക്കാരെ ഡ്രിബിൾ ചെയ്ത് മുന്നേറി ഒടുവിൽ അക്കാലത്തെ ഏറ്റവും വിഖ്യാത ഗോൾ കീപ്പർമാരിലൊരായ പീറ്റർ ഷിൽട്ടനെ പൂർണ്ണമായും നിസ്സഹായനാക്കി നേടിയ അതിമനോഹരമായിട്ടുള്ളൊരു ഗോൾ. രണ്ടാമത്തേത് രാജീവ് പറഞ്ഞ ഒറ്റനോട്ടത്തിൽ ഹെഡർ എന്ന് തോന്നിക്കുന്ന എന്നാൽ തലയോടൊപ്പം കൈകൂട്ടി ചേർത്ത് ഇംഗ്ലണ്ടിന്റെ പോസ്റ്റിലേക്ക് ഇടിച്ചിട്ട ഗോൾ. പിന്നീട് മാറഡോണ തന്നെ മറച്ചുവെച്ചതൊന്നുമില്ല. പിന്നീട് അദ്ദേഹം ആ യാഥാർത്ഥ്യം പറഞ്ഞു, ആ ഗോൾ കൈകൊണ്ട് നേടിയതായിരുന്നു, പക്ഷെ അത് എൻ്റെ കൈയായിരുന്നില്ല, ദൈവത്തിൻ്റെ കൈയായിരുന്നു എന്നാണ് മാറഡോണ പറഞ്ഞത്. ആ മത്സരത്തിനെ ശ്രദ്ധേയമാക്കിയ രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പാണ് അർജന്റീനയ്ക്ക് അവകാശപ്പെട്ട ഫോക്ലൻഡ് ദ്വീപുകൾ പിടിച്ചടക്കാൻ ഇംഗ്ലണ്ട് യുദ്ധമഴിച്ചു വിട്ടത് അർജന്റീനയ്ക്ക് നേരെ. വലിയ കൊടിയൊരു യുദ്ധം തന്നെ അഴിച്ചുവിട്ട് അർജന്റീനയുടെ അവർക്ക് അവകാശപ്പെട്ട ഫോക്ലൻഡ് ദ്വീപുകളെ ഇംഗ്ലണ്ട് പിടിച്ചെടുക്കുകയുണ്ടായി. യുദ്ധത്തിൽ പരാജിതരായ മുറിവേറ്റ അർജന്റീനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമായിരുന്നു ഇംഗ്ലണ്ടിനോടുള്ള പോരാട്ടം. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് ഫോക്ലൻഡ് ദ്വീപുകൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലേറ്റ മുറിവിനും അപമാനത്തിനുമുള്ള പകരം വീട്ടലായിട്ടാണ്. അർജന്റീനക്കാർ മാത്രമല്ല, ലോകമാകെ ഇംഗ്ലീഷ് കൊളോണിയൽ ശക്തികൾക്കെതിരായിട്ട് ചിന്തിക്കുന്ന എല്ലാവരും അതിനെ ഏറ്റുവാങ്ങിയത് അങ്ങനെയാണ്. നമ്മളെല്ലാം മാറഡോണയെ കാണുന്നത് ആ ലോകകപ്പോട് കൂടിയാണ്. കാരണം അന്നാണ് കേരളത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ ലൈവ് ടെലികാസ്റ്റ് ആരംഭിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമ്മളൊക്കെ കണ്ടത്. ആ ലോകകപ്പ് മാറഡോണ സ്വന്തമാക്കി അർജന്റീന 78 ശേഷം പിന്നെ 86 മാറഡോണയുടെ നേതൃത്വത്തിൽ ആ ലോകകപ്പ് നേടി. അവിടുന്ന് ഇങ്ങോട്ട് മലയാളികൾക്ക് ലോകമാകെയുള്ള നീതിക്ക് വേണ്ടി പൊരുതുന്ന, ശബ്ദമുയർത്തുന്ന എല്ലാ മനുഷ്യർക്കും പ്രിയപ്പെട്ടവനായിട്ട് മാറഡോണ മാറി. അതിൻ്റെ കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഒരു സംശയവുമില്ലാതെ എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർഗപക്ഷപാതിത്വമാണ്. ആ വർഗപക്ഷപാതിത്വത്തെക്കുറിച്ച് രാജീവോട് പറഞ്ഞു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ലോകത്തെ അടുത്തുനിന്ന് കാണാനും ചെഗുവേരയെ വായിക്കാനും അവസരം കിട്ടിയപ്പോഴാണ് ഞാൻ നീതിബോധവും സമത്വബോധവും ഉള്ള ഒരാളായിട്ട് മാറിയത് എന്നാണ്. 2 കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ലോകത്തെ അടുത്തുനിന്ന് കണ്ടു. ലോകത്തെ അടുത്തുനിന്ന് കണ്ടപ്പോഴാണ് അസമത്വത്തെക്കുറിച്ച്, ചൂഷണത്തെക്കുറിച്ച്, അനീതിയെക്കുറിച്ചൊക്കെ ആഴത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ചെഗുവേരെ വായിച്ചപ്പോഴാണ് എന്നാണ്. സാധാരണ മാറഡോണയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും കയ്യിൽ ചെഗുവേരയെയും കാലിൽ ഫിഡൽ കാസ്ട്രോയെയും ടാറ്റു പതിപ്പിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനം മാത്രമല്ല, കയ്യിലും കാലിലും ചേയുടെയും ഫിദലിൻ്റെയും ചിത്രം വെച്ചുകൊണ്ടുള്ള ഇപ്പോഴും ധാരാളം പേര് ചെഗുവേരയുടെ ടീഷർട്ടും ചെഗുവേരയുടെ തൊപ്പിയും അണിഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ വലിയൊരു ഭാഗത്തിനും ഇതാരാണെന്ന് അറിയില്ല. കാരണം ലോകത്തെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം ഇത്തരം ടീഷർട്ടുകൾ അതുപോലെ തന്നെ തൊപ്പികൾ ധാരാളം വിറ്റുപോകുന്നുണ്ട്. മദ്യക്കുപ്പിയിൽ പോലും ചേയുടെ ചിത്രം പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാരാണെന്ന് അറിഞ്ഞിട്ടല്ല പലരും അത് ഉപയോഗിക്കുന്നത്. പക്ഷെ മാറഡോണയെ സംബന്ധിച്ച് അങ്ങനെയല്ല. മാറഡോണ പറയുന്നത്, ഞാൻ ലോകത്തെ മനസ്സിലാക്കിയത്, ചൂഷണത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് ഒന്ന് ലോകത്ത് അടുത്തുനിന്ന് കാണുകയും ചെഗുവേരയെ വായിക്കുകയും ചെയ്തപ്പോഴാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെല്ലാം ഈ രാഷ്ട്രീയം നമുക്ക് കാണാം. ഇപ്പോൾ മാറഡോണയ്ക്ക് ലോകത്തിലെ ഏത് പ്രധാനപ്പെട്ട ക്ലബിലും കളിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അക്കാലത്തെ ഏറ്റവും വിലയുള്ള താരമാണ്. മോഹവില കൊടുത്ത് മാറഡോണയുടെ കാലുകൾ യൂറോപ്പിലെ ക്ലബ്ബുകൾ സ്വന്തമാക്കിയിരുന്ന ഒരു കാലമാണ്. അപ്പോഴാണ് മാറഡോണ ഇറ്റലിയിലെ നാപ്പോളി എന്ന ക്ലബിന് കളിക്കാൻ തീരുമാനിക്കുന്നത്. നാപ്പോളിയുടെ പ്രത്യേകത നേപ്പിൾസ് നഗരത്തിലുള്ള ക്ലബ്ബാണ്. നേപ്പിൾസ് തൊഴിലാളികൾ, തുറമുഖ തൊഴിലാളികളും മറ്റുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന ദരിദ്രമായ ഇറ്റലിയിലൊരു നഗരമാണ് നേപ്പിൾസ്. ആ ദരിദ്ര തൊഴിലാളികൾ ആണ് നാപ്പോളിയുടെ ആരാധകരിലേറെയും. അപ്പോൾ വളരെ സമ്പന്നമായ ക്ലബ്ബുകളെയെല്ലാം വിട്ടൊഴിഞ്ഞ്, ഇപ്പോൾ റയൽ മാഡ്രിഡിനെ പോലെ, ബാഴ്സലോണയെ പോലെ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ആഴ്സണലിനെയൊക്കെ പോലുള്ള ക്ലബ്ബുകൾ ഒന്നും തിരഞ്ഞെടുക്കാതെ
ഇറ്റലിയിൽ തന്നെയാണെങ്കിൽ വേറെയും ക്ലബ്ബുകളുണ്ട്, യുവൻറ്റസ് ഉണ്ട്, അതുപോലുള്ള റോമായുണ്ട്. ഇങ്ങനെയുള്ള ക്ലബ്ബുകളെല്ലാം ഉണ്ടായിട്ട് അതൊന്നും തിരഞ്ഞെടുക്കാതെ നാപ്പോളി തിരഞ്ഞെടുത്തത് രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പാണ്. തൊഴിലാളികളുടെ നഗരത്തിൽ അവരുടെ ഇഷ്ട ടീമിന് വേണ്ടി കളിക്കാൻ മാറഡോണ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ അദ്ദേഹത്തിന് വഴിപിഴയ്ക്കുന്നത് അവിടെ നിന്നാണെന്നുള്ളത് വേറൊരു കാര്യം. മയക്കുമരുന്ന് ഉപയോഗമൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പക്ഷെ ആ തിരഞ്ഞെടുപ്പിലൊരു രാഷ്ട്രീയമുണ്ട്. അത് അവിടെ മാത്രമല്ല, അദ്ദേഹം നേരത്തെ കളിച്ചത് അർജന്റീനയിൽ റിവർ പ്ലേറ്റ് ബോക്കോ ജൂനിയേഴ്സിനാണ്, അല്ലെ രാജീവ്? ബോക്കോ ജൂനിയേഴ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യൂറോപ്പിൽ വളരെ സമ്പന്നമായിട്ടുള്ള ക്ലബ്ബുകൾ നൽകുന്ന വാഗ്ദാനങ്ങളിൽ പിന്നാലെയല്ല മാറഡോണ പോയിട്ടുള്ളത് എന്നത് നമുക്ക് കാണാൻ കഴിയും. കളിക്കാരനായിരിക്കുമ്പോഴും അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ താരമൂല്യം ഒക്കെ വിസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊന്നും കണക്കിലെടുക്കാതെ സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, ലോകത്തെല്ലാം പൊരുതുന്ന മനുഷ്യരോടുള്ള തൻ്റെ തുറന്ന ഐക്യദാർഢ്യം ഒരു മറയുമില്ലാതെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ആളാണ് മാറഡോണ. നമ്മൾ വിചാരിക്കുക അത് ഇത്ര വലിയ ധൈര്യമാണോ? അതൊരു വലിയ ധൈര്യമാണ്. കാരണം ഒരു താരത്തെ സംബന്ധിച്ച് അത്തരം രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. കാരണം കളിയിൽ നിന്ന് വിരമിച്ചാലും കോടികളുടെ പരസ്യ വരുമാനം, വലിയ ബ്രാൻഡ് അംബാസഡർ ആവാനുള്ള അവസരം, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം അപകടപ്പെടുത്തിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെയൊന്നും കണക്കിലെടുക്കാതെയാണ് തൻ്റെ നിലപാട് പ്രഖ്യാപിക്കേണ്ട എല്ലാ സന്ദർഭങ്ങളിലും മാറഡോണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പറഞ്ഞല്ലോ, പോപ്പിനെ വിമർശിക്കാൻ അദ്ദേഹം മടി കാണിച്ചിട്ടില്ല. അദ്ദേഹം പോപ്പിൻ്റെ ക്ഷണപ്രകാരം വത്തിക്കാനിലെത്തി. പോപ്പിൻ്റെ കൊട്ടാരത്തിൽ എത്തിയിട്ട് സംസാരിക്കുമ്പോൾ ദാരിദ്ര്യത്തെക്കുറിച്ച്, ദരിദ്രരായ കുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ നേരെ മുകളിലേക്ക് ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഈ മട്ടുപ്പാവ് മുഴുവൻ സ്വർണം പൂശിയതാണ്. സ്വർണം പൂശിയ മട്ടുപ്പാവിൻ്റെ താഴെയിരുന്ന് ദരിദ്രരായ കുട്ടികളെ കുറിച്ച് സംസാരിക്കുന്നത് എന്തൊരു കാപട്യമാണെന്ന് പോപ്പിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ അസാമാന്യമായിട്ടുള്ള ധൈര്യം വേണം. ആ ധൈര്യം അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വർഗപക്ഷപാതിത്വത്തിൽ നിന്നാണ്. നേരെ മുഖത്ത് നോക്കി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ലോകത്തെല്ലായിടത്തും പോയിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ച ശേഷം അങ്ങ് ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ഇതും കാപട്യമല്ലേ? ഈ സ്വർണം പൂശിയിട്ടുള്ള മട്ടുപ്പാവുകൾ പൊളിച്ചു കളഞ്ഞുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മാറഡോണയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആരായിരുന്നാലും അത് പറയാനുള്ളത് നേരിട്ട് മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ് എന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. തുറന്നടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആരോടും തുറന്നടിക്കുന്ന പ്രകൃതക്കാരനാണ് മാറഡോണ. പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് അദ്ദേഹം. വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്നോ ദൗർബല്യമെന്നോ ഒക്കെ പറയാം. പ്രവചനാതീതമായിട്ടുള്ള നിലയിലാണ്. ശരിയല്ല എന്ന് തോന്നിയത് കണ്ടാൽ അപ്പം പൊട്ടിത്തെറിക്കും ആരാണെങ്കിലും. അത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളിലും എല്ലാം ആ പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ ശിശുസഹജമായിട്ടുള്ള പെരുമാറ്റമാണ്, നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റമാണ്. ഇഷ്ടപ്പെട്ടാൽ, സ്നേഹം തോന്നിയാൽ അതും അതേ തീവ്രതയിൽ അദ്ദേഹം പ്രകടിപ്പിക്കും എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പോപ്പിനോട് അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ചോട്ടിലിരുന്നിട്ട് ഈ ദാരിദ്ര്യത്തെക്കുറിച്ച്, ദരിദ്ര കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നതൊക്കെ വലിയ കാപട്യമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ, അർജന്റീനക്കാരനായ ഇടതുപക്ഷ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള നിസ്വവർഗ പക്ഷപാതിത്വം പുലർത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതലയേറ്റപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീക്ഷണങ്ങളെ മാറഡോണ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്ഷപാതിത്വം വളരെ വ്യക്തമാണ് എന്നർത്ഥം. 2018 റഷ്യയിൽ നടന്ന ലോകകപ്പിനിടയിൽ പലസ്തീൻ നേതാവ് മഹ്മൂദ് അബ്ബാസിനെ മാറഡോണ കാണുന്നുണ്ട്. മഹ്മൂദ് അബ്ബാസിനെ കണ്ടപ്പോൾ മാറഡോണ പറയുന്നത്, ഞാൻ ഹൃദയം കൊണ്ടൊരു പലസ്തീൻകാരനാണ് എന്നാണ്. ഹൃദയം കൊണ്ട് ഒരു പലസ്തീൻകാരനാണ് എന്ന്. ഇറാഖ് യുദ്ധകാലത്താണ് ലക്ഷക്കണക്കിന് ആളുകൾക്കൊപ്പം മാറഡോണ ബുഷിനെതിരായിട്ടുള്ള പ്രതിഷേധ റാലി നയിക്കുന്നത്. ബുച്ചർ ബുഷ് എന്നെഴുതിയ ടീഷർട്ടും ധരിച്ചുകൊണ്ട് ബുഷിനെതിരായ മുദ്രാവാക്യവും മുഴക്കി
മാറഡോണ ഒരു റാലി നയിക്കുന്ന ചിത്രം, വാർത്തകൾ നമുക്കാർക്കും വിസ്മരിക്കാൻ പറ്റുന്നതല്ല. ഇറാഖ് യുദ്ധത്തെക്കുറിച്ച് ബുഷിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കൊണ്ടലിസ റൈസ് പറഞ്ഞത്, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ യുദ്ധം പോലെയാണ്, ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കാനുള്ള യുദ്ധം പോലെയാണ് എന്ന് ഫുട്ബോളിനെ മുൻനിർത്തി ഇറാഖ് യുദ്ധത്തെ ന്യായീകരിക്കാൻ കൊണ്ടലിസ റൈസ് ശ്രമിച്ചപ്പോഴാണ് ബുഷ് ഒരു അറവുകാരനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ബുഷിനെതിരായിട്ടുള്ള പ്രകടനം നയിക്കാൻ മാറഡോണ മുന്നോട്ട് വരുന്നത്. 2014 ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ അതിനെതിരായിട്ടും തെരുവിലിറങ്ങിയവരുടെ കൂട്ടത്തിൽ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് മനുഷ്യർക്കൊപ്പം തെരുവിലിറങ്ങിയവരെ നയിച്ചുകൊണ്ട് മാറഡോണ ഉണ്ടായിരുന്നു. അതാണ് മാറഡോണയുടെ പ്രത്യേകത. വെനിസ്വേലയിൽ ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിക്കാൻ, ഷാവേസിന്റെ മരണശേഷം ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിക്കാൻ അമേരിക്കയുടെ പിന്തുണയോടെ വലതുപക്ഷ ശക്തികളാകെ ശ്രമിച്ച സമയത്ത് മാറഡോണയെ നമ്മൾ കാണുന്നത് മഡൂറോയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലാണ്. ഷാവേസിന്റെ പിൻഗാമിയായി വന്ന മഡൂറോ, ഷാവേസിനെ കുറിച്ച് മാറഡോണ പറഞ്ഞിട്ട് ഞാനൊരു ഷാവേസിസ്റ്റാണ് എന്നാണ്. മാർക്സിസ്റ്റാണ് എന്ന് പറയുന്നത് പോലെ ഷാവേസിസ്റ്റാണ് എന്ന് മാറഡോണ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വെറും പ്രഖ്യാപനങ്ങളല്ല. അമേരിക്കൻ സാമ്രാജ്യത്വം സർവശക്തിയും ഉപയോഗിച്ച് എണ്ണസമ്പുഷ്ടമായിട്ടുള്ള വെനിസ്വേലയിലെ ഇടതുപക്ഷ ഭരണത്തെ പിടിച്ചടക്കാനും ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിക്കാനും വലതുപക്ഷത്തെ അധികാരത്തിൽ അവരോധിക്കാനും എല്ലാ തരത്തിലുള്ള അട്ടിമറി മാർഗങ്ങളും പ്രയോഗിക്കുമ്പോൾ കോടിക്കണക്കിന് ഡോളർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കും ഉപജാപത്തിനും അട്ടിമറിക്കും എതിരെ അവിടുത്തെ പൊരുതുന്ന മനുഷ്യരുടെ കൂടെ മാറഡോണ നിൽക്കുകയാണ്. ഒരു ടോക്ക് ഷോയിലാണ് അദ്ദേഹം ഷാവേസുമായിട്ട് ചേർന്നൊരു ടോക്ക് ഷോയിൽ പറഞ്ഞു, ഞാൻ ഷാവേസിസ്റ്റാണ്, ഞാൻ അമേരിക്കയെ അതികഠിനമായി വെറുക്കുന്നു, അമേരിക്കയിൽ നിന്ന് വരുന്നതെല്ലാം വൃത്തികെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു, അമേരിക്കയുടെ ആധിപത്യത്തെ അധീശത്വത്തെ ഞാൻ അതിശക്തമായിട്ട് എതിർക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് മാറഡോണ. നമുക്ക് വേറൊരു തരത്തിൽ നോക്കിയാൽ വേണമെങ്കിൽ ചെഗുവേരയെ ഓർമ്മിക്കാം. അർജന്റീനയിൽ ജനിച്ച് പിന്നീട് മോട്ടോർ സൈക്കിളിൽ ലാറ്റിൻ അമേരിക്കയിൽ മുഴുവൻ പര്യടനം നടത്തി മാറഡോണ ലോകത്തെ അടുത്തറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ലാറ്റിൻ അമേരിക്കയിലെ മനുഷ്യജീവിതത്തിന്റെ ദുരിതത്തെ മുഴുവൻ അടുത്തറിഞ്ഞ ചെഗുവേര വൈദ്യപഠനം കഴിഞ്ഞ് ഡോക്ടറായ ശേഷം സമൂഹത്തിന്റെ രോഗം ചികിത്സിക്കലാണ് പ്രധാനം എന്ന് തിരിച്ചറിഞ്ഞ് ആയുധമെടുത്തതുപോലെ അദ്ദേഹം അർജന്റീനയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പോയി, അവിടെ നിന്ന് ക്യൂബയിൽ വന്നു, ക്യൂബൻ വിപ്ലവം നടത്തി, വിപ്ലവ സർക്കാരിൽ അദ്ദേഹം വ്യവസായ മന്ത്രിയായി, നാഷണൽ ബാങ്കിന്റെ ഡയറക്ടറായി. അത് കഴിഞ്ഞ് ഫിഡൽ കാസ്ട്രോയ്ക്ക് ഒരു കത്തും എഴുതി വെച്ച് പറയാതെ അവിടെ നിന്നിറങ്ങി പിന്നെ അദ്ദേഹം നേരെ പോകുന്നത് ബൊളീവിയയിലേക്കാണ്. കോങ്കോയിൽ പോയിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട്, ബൊളീവിയയിൽ പോയി യുദ്ധം ചെയ്യാണ്. ലാറ്റിൻ അമേരിക്കയിൽ ഉടനീളം പൊരുതുന്ന മനുഷ്യരോട് ഐക്യപ്പെട്ട് അവർക്കൊപ്പം നിന്ന് പോരാടിയ ചെഗുവേരയെ പോലെ നമുക്ക് കാണാൻ കഴിയുന്നത് പലസ്തീനൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, ഇറാഖിനൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, വെനിസ്വേലയിലെ അട്ടിമറി ശ്രമങ്ങൾക്കെതിരെ മഡൂറോയ്ക്കൊപ്പം കൈകോർത്ത് തെരുവിലിറങ്ങുന്ന, ക്യൂബയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന മാറഡോണയാണ്. അല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു വൈകാരിക വിക്ഷോഭം മാത്രമായിരുന്നില്ല, സ്ഥായിയായിട്ടുള്ള ഒന്നാണ്, ചാഞ്ചാട്ടമില്ലാത്ത ഒന്നാണ്. ഉറച്ച ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം പുസ്തകം വായിച്ചിട്ടുണ്ടാക്കിയ ബോധ്യമല്ല, പക്ഷെ ഉറച്ച ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വർഗ നിലപാടാണ് അദ്ദേഹം എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വർഗപരമായ നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഓരോ സന്ദർഭത്തിലും അദ്ദേഹം പറഞ്ഞ ഫിഡൽ കാസ്ട്രോയെ ആദ്യം കണ്ടുമുട്ടിയ സന്ദർഭത്തെക്കുറിച്ച് വളരെ മനോഹരമായ കാവ്യാത്മകമായിട്ടൊരു വരിയാണ് മാറഡോണ പറഞ്ഞിട്ടുള്ളത്. മാറഡോണയുടെ ഒരു പ്രത്യേകത അതാണ്. അദ്ദേഹത്തിന് വലിയ ഉന്നതമായ വിദ്യാഭ്യാസമൊന്നുമില്ല, ഒരുപാട് വായിച്ചിട്ടുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകൾ ഭയങ്കര കാവ്യാത്മകമാണ്. ആദ്യത്തെ ഫിഡൽ കാസ്ട്രോയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഫിഡൽ കാസ്ട്രോയ്ക്ക് ഹസ്തദാനം ചെയ്തതിനെക്കുറിച്ച് മാറഡോണ പറഞ്ഞ വരി ഇതാണ്: എനിക്ക് അദ്ദേഹത്തെ തൊട്ടപ്പോൾ ആകാശത്തെ കൈനീട്ടി തൊട്ടതുപോലെ തോന്നി എന്നാണ്. അതാണ് മാറഡോണയുടെ പ്രഖ്യാപനം, മാറഡോണ പറഞ്ഞത്.
അപ്പോൾ ലോകമാകെ അനീതിക്കെതിരായിട്ടുള്ള എല്ലാ ജനമുന്നേറ്റങ്ങളോടും ഐക്യപ്പെട്ട ആളാണ് മാറഡോണ. അതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ഫുട്ബോൾ, അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിലെ പ്രതിഭ, അതിലൂടെ കിട്ടിയ ജനപ്രിയത, ജനകീയത, ഇതൊക്കെയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മൈക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ്. അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള ഒരു അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷെ ഫുട്ബോളിലൂടെ കിട്ടിയ സ്വീകാര്യത, ജനപ്രിയത കൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൂടുതൽ കിട്ടുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ നിലപാടുറക്കെ പറയുന്നു എന്നാണ്. എനിക്ക് മാത്രമാണ് മൈക്ക് കിട്ടുന്നത് എന്നതുകൊണ്ട് ഞാനത് പറയുന്നു എന്നേ ഉള്ളൂ എന്നാണ്. അപ്പൊ ഫുട്ബോളിലൂടെ കിട്ടിയ സ്വീകാര്യതയെ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ് മാറഡോണയുടെ ജീവിതം കാണിക്കുന്നത്. മാറഡോണ മാത്രമല്ല, ധാരാളം ആളുകളെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ ബ്രസീലിന്റെ വിഖ്യാത താരമായിരുന്നു, മിഡ്ഫീൽഡിലെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെട്ട സോക്രട്ടീസ്. സോക്രട്ടീസ് ഒരു ഡോക്ടറാണ്, ചെഗുവേരയെ പോലെ ഡോക്ടറായിരുന്നു സോക്രട്ടീസ്. സോക്രട്ടീസ് ഇതുപോലെ തൻ്റെ കളിയെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതിന് മാത്രമല്ല പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഉപാധിയാക്കി മാറ്റിയിട്ടുള്ള ഒരാളാണ്. സോക്രട്ടീസ് പറഞ്ഞു, ഞാൻ കളിക്കുമ്പോൾ എൻ്റെ നിലപാടുകൾ പ്രതിധ്വനിപ്പിക്കുന്നത് എൻ്റെ കാലുകളാണ് എന്നാണ് സോക്രട്ടീസ് പറയുന്നത്. അതായത് കളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ രാഷ്ട്രീയം എൻ്റെ കാലുകൾ കൊണ്ടാണ് പ്രതിധ്വനിപ്പിക്കുന്നത്. അദ്ദേഹം മൈതാനങ്ങളെ മുഴുവൻ തൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാനുള്ള അവസരമാക്കി മാറ്റി. 82 ബ്രസീലിൽ പട്ടാള ഭരണമാണ്, ഏകാധിപത്യ ഭരണമാണ്. അദ്ദേഹം കൊറിന്ത്യൻസ് എന്ന വിഖ്യാതമായ ബ്രസീലിയൻ ക്ലബിൻ്റെ കളിക്കാരനാണ്. കൊറിന്ത്യൻസിലൊരു സവിശേഷ ജനാധിപത്യ സംസ്കാരം രൂപപ്പെടുത്തിയ ഒരാളാണ്. ഗ്രൗണ്ട് പരിപാലിക്കുന്നവർ മുതൽ കളിക്കാരും മറ്റ് ജീവനക്കാരും വരെ എല്ലാവരെയും തുല്യരായിട്ട് കണക്കാക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ്. അവരുടെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്ത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരാളാണ്. സോക്രട്ടീസിന് ഒരു വലിയ ഔന്നത്യമുണ്ടായിരുന്നു, ബ്രസീലിന്റെ ടീമിലുണ്ടായിരുന്നു, ബ്രസീൽ സമൂഹത്തിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ കളിക്കാരനായ ശേഷം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ആളല്ല. അദ്ദേഹത്തെ ശരിക്കും വിശേഷിപ്പിക്കാവുന്നത് കളിക്കാരനായി മാറിയ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നാണ്. പ്രൊഫഷണൽ ഫുട്ബോളറായി മാറിയ, ലോക ഫുട്ബോളിലെ തന്നെ തലയെടുപ്പുള്ള താരങ്ങളിൽ ഒരാളായി മാറിയ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനാണ് സോക്രട്ടീസ്. അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത, സാധാരണ പാട്ടുകാരാണെങ്കിലും സിനിമാക്കാരാണെങ്കിലും കളിക്കാരാണെങ്കിലും ഒക്കെ ശരീരം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും തങ്ങളുടെ ആരോഗ്യത്തിന് നിരക്കാത്തതൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്ന ആളാണ്. പ്രൊഫഷണൽ ഫുട്ബോളിൽ തിളങ്ങി നിന്ന കാലത്ത്, പ്രൊഫഷണൽ ഫുട്ബോളിലും ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായിരിക്കുകയൊക്കെ ചെയ്യുന്ന കാലത്ത് നിർബാധം പുകവലിച്ചുകൊണ്ടിരുന്ന ആൾ. അതൊരു അംഗീകരിക്കേണ്ടതോ പ്രോത്സാഹിപ്പിക്കേണ്ടതോ ആയ കാര്യമെന്നുള്ളതല്ല, അത്തരം ചിട്ടവട്ടങ്ങളെയൊക്കെ ഭേദിച്ച ഒരാളാണ് അദ്ദേഹം. കളിക്കുന്നതിന് മുമ്പും പുകവലിക്കും, കളി കഴിഞ്ഞാലും പുകവലിക്കുന്ന, പുകവലിച്ചുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായി ലോക ഫുട്ബോളിലെ എണ്ണപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞത് ഒരു തരത്തിലുള്ള ചിട്ടവട്ടങ്ങളും അദ്ദേഹത്തിന് ബാധകമായിരുന്നില്ല എന്നതാണ്. അപ്പം മാറഡോണയെ പോലെ ഇത്തരം താരങ്ങൾ വേറെയുണ്ട്. ആ 82 അദ്ദേഹം ഒരു മത്സരത്തിൽ കൊറിന്ത്യൻസിന്റെ ജേഴ്സിയുടെ പിന്നിൽ എല്ലാ കളിക്കാരോടും വോട്ട് ഓൺ 15th എന്നെഴുതിയ ജേഴ്സി ധരിക്കാൻ ആവശ്യപ്പെട്ടത്. വോട്ട് ഓൺ 15th എന്ന് പറഞ്ഞാൽ 15-ാം തീയതി ബ്രസീലിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ, നവംബർ 15-ന്. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾ ഈ കളി കാണും. സ്റ്റേഡിയത്തിൽ മാത്രമല്ല ടെലിവിഷൻ സ്ക്രീനിലും കാണും. അവരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു, എല്ലാവരും 15-ാം തീയതി പോയി വോട്ട് ചെയ്യണം എന്നാണ് ഈ ജേഴ്സിയിലെ ആഹ്വാനം. എന്തിനു വേണ്ടി? ബ്രസീലിലെ ഏകാധിപത്യ ഭരണത്തെ തൂത്തെറിയാൻ വോട്ടവകാശം വിനിയോഗിക്കണം എന്ന് ആഹ്വാനം ചെയ്യാൻ അദ്ദേഹം മൈതാനത്ത് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, കളിക്കുമ്പോൾ എൻ്റെ നിലപാടുകൾ എൻ്റെ കാലുകളാണ് പ്രതിധ്വനിപ്പിക്കുക എന്ന് പറഞ്ഞത്. എത്രയോ സന്ദർഭങ്ങളുണ്ട്. അദ്ദേഹം കൊറിന്ത്യൻസ് എന്ന ക്ലബിനെയും ഒരിക്കൽ ഒരു മത്സരത്തിൽ, ഈ പട്ടാള ഭരണകാലത്ത് തന്നെ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ടീം ധരിച്ച ജേഴ്സിയുടെ പിന്നിൽ ഡെമോക്രസിയ എന്ന വാക്കുകളാണ് എഴുതിയിരുന്നത്. ഡെമോക്രസിയ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് ഭാഷയിൽ ജനാധിപത്യം എന്നാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ, സമത്വത്തിൻ്റെ, നീതിയുടെ ഒക്കെ വക്താക്കളായിട്ട്, പോരാളികളായി കളിക്കളത്തെ മാറ്റിയ മാറഡോണയുടെ
വംശ പരമ്പരയിൽപ്പെട്ട അനേകം കളിക്കാർ വേറെ ഉണ്ടായിട്ടുണ്ട്. ഫുട്ബോൾ എന്നാൽ മുതലാളിത്തമാണെന്നും മുതലാളിത്തം എന്നാൽ മരണമാണെന്നും പറഞ്ഞ് ഗംഭീരമായ പ്രൊഫഷണൽ കരിയർ ഉപേക്ഷിച്ചു പോയ കളിക്കാരനുണ്ട്. അങ്ങനെ ധാരാളം പേര് നമുക്ക് കാണാൻ പറ്റും. ഫുട്ബോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യരാശിയുടെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദമാണ്. ഏറ്റവും ജനപ്രിയമായ കായിക വിനോദം എന്ന് പറഞ്ഞാൽ എന്ന നിലയിൽ അത് നമ്മുടെ ഒരു സാംസ്കാരിക മൂലധനമാണ്. ആ സാംസ്കാരിക മൂലധനത്തെ പിടിച്ചെടുക്കാനും ലാഭത്തിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാനും വലതുപക്ഷം ശ്രമിക്കുമ്പോൾ എക്കാലത്തും ഇടതുപക്ഷ ശക്തികൾ, പുരോഗമന ശക്തികൾ അതിനെ വിമോചനപരമായ ഉള്ളടക്കത്തോടുകൂടി ഉപയോഗിച്ചിട്ടുണ്ട്. വിമോചനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രചാരണത്തിനായിട്ട് അറിഞ്ഞും അറിയാതെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഫുട്ബോളിൻ്റെ ഉത്ഭവം തന്നെ ഒരു വരേണ്യ കായിക വിനോദം എന്ന നിലയിലാണ്. ബ്രിട്ടനിലാണ്. ബ്രിട്ടനിലെ സമ്പന്നരായ പ്രഭുക്കളുടെ ഒരു ക്രിക്കറ്റിനെ പോലെ തന്നെ ഒരു കായിക വിനോദമായിട്ടാണ് ഫുട്ബോൾ വരുന്നത്. അന്ന് ക്രൈസ്തവ പൗരുഷത്തിൻ്റെ, ധാർമ്മികതയുടെ, ക്രൈസ്തവ അച്ചടക്കത്തിൻ്റെ ഒക്കെ ഒരു ഉപാധിയായിട്ടാണ് ഫുട്ബോളിനെ അന്ന് കണ്ടിരുന്നത്. സമ്പന്നരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന ബ്രിട്ടനിലെ പബ്ലിക് സ്കൂളുകളിലാണ് ഫുട്ബോൾ ആദ്യം കളിച്ചു തുടങ്ങുന്നത്. പിന്നീട് ഫുട്ബോളിനെ ഇന്നത്തെ ആധുനിക രൂപത്തിലേക്ക് ചിട്ടപ്പെടുത്തിയത്, നിയമങ്ങൾ ആവിഷ്കരിച്ചതൊക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ കാണുന്ന ഒരു ഫുട്ബോൾ എന്ന നിലയിലേക്ക് അതിനെ വികസിപ്പിച്ചെടുത്തത്. പക്ഷേ അക്കാലത്തൊക്കെ ഈ പ്രഭു കുടുംബങ്ങളുടെ വിനോദം എന്ന നിലയിൽ ഫുട്ബോൾ കളിച്ചിരുന്ന കാലത്തൊക്കെ വളരെ പരിമിതമായിട്ടുള്ള ഒരു സ്വീകാര്യത മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമേ കളി കാണാൻ പറ്റുമായിരുന്നു. വളരെ കല്യാണത്തിനൊക്കെ ക്ഷണിക്കുന്നത് പോലെ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിലാണ്. അതിനെ ഭേദിച്ച് ഫുട്ബോൾ ജനകീയമാവുന്നത് ബ്രിട്ടനിലെ മുതലാളിത്ത വളർച്ചയോട് കൂടിയിട്ടാണ്. ബ്രിട്ടനിൽ ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം, വ്യവസായ വിപ്ലവം, ഫാക്ടറികൾ വന്നു, തുണിമില്ലുകൾ വന്നു, ഖനിത്തൊഴിലാളികൾ ഉണ്ടായി. ഈ മുതലാളിത്ത വളർച്ചയോടൊപ്പമാണ് ഖനിത്തൊഴിലാളികളുടെ, തുണിമിൽ തൊഴിലാളികളുടെ ഇടയിൽ ഈ കായിക വിനോദം പ്രചാരം നേടി. തൊഴിലാളികളുടെ ക്ലബ്ബുകൾ രൂപപ്പെട്ടു. ബ്ലാക്ക് ബേൺ ഒളിമ്പിക് എന്ന് പറയുന്നൊരു ക്ലബ്ബ് വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ലിവർപൂൾ നഗരത്തിലാണ് ഉണ്ടായത്. ബ്ലാക്ക് ബേൺ ഒളിമ്പിക് അത് ഖനിത്തൊഴിലാളികളുടെ ക്ലബ്ബാണ്. മിൽ തൊഴിലാളികളുടെ ക്ലബ്ബാണ്. അവർ FA കപ്പ് നേടി ആദ്യമായിട്ട്. ബ്രിട്ടനിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ടൂർണമെൻ്റാണ് FA കപ്പ് ടൂർണമെൻറ്റ്. അത് നേടി. അപ്പോൾ തൊഴിലാളികൾക്കിടയിലേക്ക് വന്നു. വ്യാപകമായി തൊഴിലാളികളുടെ ക്ലബ്ബുകൾ വന്നു. പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടായി. കളി ഒരു ഉപജീവന മാർഗമായി തന്നെ മാറുന്ന സ്ഥിതി വന്നു. അപ്പം ഉണ്ടായ മാറ്റം എന്താ? പ്രഭു കുടുംബങ്ങളിൽ നിന്ന്, അവരുടെ വിനോദത്തിൽ നിന്ന് തൊഴിലാളികളുടെ വിനോദമായിട്ട് മാറി. ലീഗ് മത്സരങ്ങൾ ആരംഭിച്ചു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ നിന്ന് ഈ സാധാരണക്കാരനെന്നോ സമ്പന്നനെന്നോ പ്രഭുവെന്നോ അല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വരാവുന്ന മൈതാനങ്ങളിലേക്ക് കളി മാറി. അപ്പൊ കാണികൾ ഉണ്ടായത് അങ്ങനെയാണ്. അതിഥികളിൽ നിന്ന് കാണികളിലേക്ക്, വലിയ മൈതാനങ്ങളിലേക്ക് വന്നു. ക്ലബ്ബുകൾ രൂപപ്പെട്ടു. ക്ലബിൽ മുഴുവൻ സമയം കളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാം എന്ന നില വന്നു. അങ്ങനെ പ്രൊഫഷണൽ ഫുട്ബോൾ ഉണ്ടായി. അപ്പോൾ പതുക്കെ കളി ഒരു ബിസിനസ്സായിട്ട് മാറി. ആരാധക വൃന്ദങ്ങൾ ഉണ്ടായി, ഫാൻ ബേസ് ഉണ്ടായി ക്ലബ് അടിസ്ഥാനത്തിൽ. അപ്പം ഇങ്ങനെ കളി വളർന്നു വരികയും സ്വീകാര്യത ഉണ്ടാവുകയും ജനകീയമാവുകയും ചെയ്തപ്പോൾ മൂലധനം എല്ലാത്തിലും ലാഭത്തിൻ്റെ സാധ്യത തേടും. ഇതൊരു ലാഭസാധ്യതയുള്ള പുതിയ മേച്ചിൽപ്പുറമാണ് എന്ന് കണ്ടു. കൂടുതൽ മൂലധനം വരാൻ തുടങ്ങി. പ്രൊഫഷണൽ ഫുട്ബോൾ ശക്തിപ്പെട്ടു. ക്ലബ്ബുകൾ ഉണ്ടായി. ആ പ്രക്രിയ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ തുടങ്ങി. 20ാം നൂറ്റാണ്ടായപ്പോഴേക്കും ശക്തിപ്പെട്ടു. ഗ്ലോബലൈസേഷൻ്റെ പ്രക്രിയ അതൊരു 80കളോടെ തുടങ്ങിയല്ലോ. അതോടുകൂടി അതിനു മുമ്പ് തന്നെ ഫുട്ബോൾ ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ബ്രിട്ടൻ ലോകത്തേക്കാകെ തുണിത്തരങ്ങൾ കയറ്റി അയച്ച കൂട്ടത്തിൽ കയറ്റി അയച്ച ഇതാണ് ഫുട്ബോളും എന്നൊരു ചൊല്ലുണ്ട്. തുണിത്തരങ്ങൾ മാത്രമല്ല, ഒപ്പം ഫുട്ബോളും കയറ്റി അയച്ചു. ഫുട്ബോളിൻ്റെ ഗ്ലോബലൈസേഷൻ അങ്ങനെ ഉണ്ടാവുന്നത് ഈ കൊളോണിയൽ വളർച്ചയ്ക്കും വികാസത്തിനും ഒപ്പമാണ് ഉണ്ടാവുന്നത്. പക്ഷെ 80കളായപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ വലിയ തോതിലുള്ള മൂലധനത്തിൻ്റെ ഒഴുക്കുണ്ടായി. ഈ പെട്രോ ഡോളർ ഒരു പ്രബല ശക്തിയായിട്ട് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വന്നു.
അപ്പൊ കുമിഞ്ഞുകൂടിയ മൂലധനത്തിന് ലാഭത്തിന്റെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കിട്ടണം. അപ്പൊ സ്പോർട്സ് പൊതുവിൽ, പ്രത്യേകിച്ച് ഫുട്ബോൾ, ഒരു പ്രധാനപ്പെട്ട ലാഭത്തിന്റെ മേച്ചിൽപ്പുറമായിട്ട് വന്നു. പെട്രോ ഡോളർ, കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന്, പല മേഖലയിൽ നിന്നുമുള്ള മൂലധനം വരാൻ തുടങ്ങി. 1985 ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തത്. 85 ഓഹരി വിപണിയിൽ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു ക്ലബ്ബ് ലിസ്റ്റ് ചെയ്തു. അത് ആ പ്രവണത 90കളായപ്പോഴേക്കും വലിയ തോതിൽ ശക്തിപ്പെട്ടു വന്നു. അപ്പോൾ എങ്ങനെയാണ് തൊഴിലാളികളുടെ, സാധാരണക്കാരുടെ ഒരു കായിക വിനോദമായി മാറിയ ഒന്നിനെ മൂലധനം ലാഭം വർദ്ധിപ്പിക്കാൻ, ലാഭം കുന്നുകൂട്ടാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റിയത്, പിടിച്ചെടുത്തത് എന്നാണ് കാണുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ ഫുട്ബോളിനെ ഉപയോഗിച്ച് മാറഡോണയെ പോലെ, സോക്രട്ടീസിനെ പോലെ, എഗാറോൾസിനെ പോലെ അനേകം പേരുണ്ട്. വേറെ കിലിയൻ എംബാപ്പെ പോലും ഒരർത്ഥത്തിൽ തൻ്റെ രാഷ്ട്രീയം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ കൊക്കക്കോളയുടെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നപ്പോൾ കൊക്കക്കോളയുടെ കുപ്പികൾ കണ്ടപ്പോൾ എടുത്ത് താഴത്തേക്ക് എടുത്തു വെച്ചു. വലിയ വിവാദമായ സംഭവമായിരുന്നു. ആ ഒറ്റ നടപടി കൊണ്ട് കൊക്കക്കോളയുടെ ഓഹരി വിപണിയിൽ കുത്തൻ ഇടിവുണ്ടായി. ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ നഷ്ടം കൊക്കക്കോളയ്ക്കുണ്ടായി. ഒറ്റ നടപടി. ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ മുമ്പിലിരിക്കുന്ന കോള കുപ്പി എടുത്തിട്ട് നേരെ താഴെ ആരും ക്യാമറ കാണാത്ത തരത്തിൽ എടുത്തു വെച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടാണ്. അപ്പോൾ ഇങ്ങനെ മാർക്ക് റാഷ്ഫോർഡിനെ പോലെ, സിനദൻ സിദാനെ പോലെ എത്രയോ താരങ്ങളുണ്ട്, എണ്ണമറ്റ താരങ്ങളുണ്ട്. ലൂസറില്ലോയെ പോലെ, ഇറ്റാലിയൻ അണ്ടർ 21 ടീമിലെ പ്രധാന കളിക്കാരനായിരുന്നു ലൂസറില്ലോ. ലിവറോൺ എന്ന് പറയുന്ന ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ നഗരത്തിലെ ക്ലബ്ബാണ് ലിവറോൺ. അവിടുത്തെ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഒക്കെ ക്ലബ്ബാണ്. ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മനഗരത്തിൽ നിന്നുള്ള ക്ലബ്ബാണ്. ആ അവിടുത്തെ പ്രതിഭാധനനായിട്ടുള്ള കളിക്കാരനായിരുന്നു അവിടെ നിന്ന് ഉയർന്നു വന്ന ലൂസറില്ലോ. അദ്ദേഹം ഒരു മത്സരത്തിൽ ഗോളടിച്ചപ്പോൾ ആ ഗോൾ ആഘോഷിച്ചത് ഈ ജേഴ്സി ഊരി അതിനകത്തുള്ള ടീഷർട്ടിൽ ചെഗുവേരയുടെ ചിത്രത്തിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ടാണ്. ചെഗുവേരയുടെ ചിത്രം വീശുന്ന ഗാലറിയിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടിയിട്ടാണ് അദ്ദേഹം അഭിവാദ്യം ചെയ്തത്. അദ്ദേഹത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഇറ്റാലിയൻ ഫുട്ബോൾ അസോസിയേഷൻ. ഇത്രയും പ്രതിപാദനനായ കളിക്കാരനായിട്ടും സീനിയർ ടീമിൽ 6 വർഷം പ്രവേശനം കിട്ടിയില്ല. 6 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹത്തിന് പ്രവേശനം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം കളിക്കാരുണ്ട്. കളിക്കാർ മാത്രമല്ല, പരിശീലകരുണ്ട്. കളിക്കാരും പരിശീലകരും ചേർന്ന് ഇതേ ഫുട്ബോളിനെ തന്നെ മുതലാളിത്തം, നവലിബറൽ മുതലാളിത്തം, കൊള്ളലാഭത്തിന്റെ മേച്ചിൽ പുറമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഫുട്ബോളിനെ തന്നെ ചെറുത്തുനിൽപ്പിന്റെ, പ്രതിരോധങ്ങളുടെ സമരമുഖമാക്കി മാറ്റാനും ശ്രമിച്ചിട്ടുണ്ട്. 78 വിഖ്യാതമായിട്ടുള്ള ലോകകപ്പിന്റെ ഫൈനലുണ്ട്. അർജന്റീനയിലെ പട്ടാള ഭരണ മേധാവി ജനറൽ വിദ്വേലയ്ക്ക് ആ ടൂർണമെന്റ് ജയിച്ചേ പറ്റൂ. കാരണം തൻ്റെ അധികാരം ഉറപ്പിക്കുന്നതിന് അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടണം. ആ ലോകകപ്പിനെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കണം. അന്ന് അർജന്റീനയുടെ പരിശീലകൻ, ലോകപ്രസിദ്ധനായ പരിശീലകനാണ് സീസർ മെനോട്ടി. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയാണ്. സീസർ മെനോട്ടി തൻ്റെ കളിക്കാരോട് പറഞ്ഞത്, ഈ കളി നമുക്ക് ജയിച്ചേ പറ്റൂ. അത് ഉപരിവർഗത്തിന്റെ അഭിജാതമായിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്ന യൂണിഫോം ഇട്ട പട്ടാള മേധാവിമാർക്ക് വേണ്ടിയല്ല. ഈ സ്റ്റേഡിയത്തിലേക്ക് മത്സരം കാണാൻ ഗാലറികളിലേക്ക് ഒഴുകി വരുന്ന ലോഹമൊരുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി, ഇറച്ചിവെട്ടുകാർക്ക് വേണ്ടി, റൊട്ടി ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി ഈ മത്സരം നമുക്ക് ജയിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഒരു ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞാൽ ഒരു ആശയവും ആ ആശയത്തോടുള്ള മനുഷ്യരുടെ പ്രതിബദ്ധതയുമാണ് എന്നാണ് സീസർ മെനോട്ടിയുടെ വാക്കുകൾ. 78 അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത പരിശീലകനാണ് മെനോട്ടി. അന്ന് ആദ്യമായിട്ട് മാറഡോണയെ ടീമിലെടുക്കുന്നത് മെനോട്ടിയാണ്. 16 വയസ്സോ മറ്റോ അല്ലേ? ടീമിലെടുത്തില്ല. പിന്നീട് 82ലാണ് ആ ടീമിലെടുത്തില്ല എന്നതാണ് ഇന്നത്തെ വിവാദം. 82 മാറഡോണ ലോകകപ്പ് ടീമിലെത്തി. 86 ലോകകപ്പ് നേടുകയും ചെയ്തു. അപ്പോ ഇങ്ങനെ ആ ഫൈനലിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അർജന്റീന പട്ടാള ഭരണത്തിന്റെ പിടിയിലാണ്. പക്ഷേ ഫൈനൽ മത്സരം നടന്ന പോസ്റ്റുകളുടെ അടിയിൽ കറുത്ത ചായം പൂശി. എന്ന് വെച്ചാൽ ഈ പട്ടാള ഭരണത്തോടുള്ള പ്രതിഷേധമാണ്. ഗോൾ പോസ്റ്റ് ടെലിവിഷൻ സ്ക്രീനിൽ എപ്പോഴും കാണും. ഇപ്പൊ പ്രതിഷേധം എന്ന നിലയിലാണ്. സോക്രട്ടീസ് ഡെമോക്രസിയ എന്നെഴുതിയ ടീഷർട്ട് എന്ന ജേഴ്സിയുടെ പുറകിൽ എഴുതിയതുപോലെ, വോട്ട് ഓൺ 15 എന്ന് എഴുതിയതുപോലെ
പട്ടാള ഭരണത്തിന് കീഴിൽ ഫൈനൽ മത്സരം നടന്നപ്പോൾ വെളുത്ത ഗോൾ പോസ്റ്റിന്റെ അടിയിൽ കറുത്ത ചായം തേച്ച അനുഭവം. മെനോട്ടിയെ പോലുള്ള ആളുകളുടെ രാഷ്ട്രീയമാണ് അത് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറെ പറയാനുണ്ട്. അപ്പോ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ വർഗസംഘർഷങ്ങൾ തീവ്രമായി പ്രതിഫലിക്കുന്ന വർഗസമരത്തിന്റെ ഒരു സമരഭൂമി തന്നെയാണ്. ഫുട്ബോൾ എന്നല്ല, എല്ലാ മേഖലയും അങ്ങനെയാണ്, ഫുട്ബോളും അങ്ങനെയാണ് എന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ഫുട്ബോളിനെ വർഗ സംഘർഷത്തിന്റെ സമരഭൂമിയാക്കി മാറ്റിയ മഹാരഥന്മാരായിട്ടുള്ള കളിക്കാരുടെ, പരിശീലകരുടെ കൂട്ടത്തിലെ ഏറ്റവും തലയുയർത്തിപ്പിടിച്ചു നിന്ന ഒരു കളിക്കാരനാണ്, വിപ്ലവകാരിയായ കളിക്കാരനാണ് ഡിയേഗോ മറഡോണ എന്നതുകൊണ്ട് കൂടിയാണ് മലയാളിക്ക് മറഡോണ പ്രിയപ്പെട്ടവനായി തീരുന്നത്. അതുകൊണ്ടാണ് പെലെയേക്കാൾ പ്രിയപ്പെട്ടവനായിട്ട് മറഡോണ മാറുന്നത്. പെലെ ഇതിലൊന്നും ഇടപെടുമായിരുന്നില്ല. പെലെ വെറും ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണ്. പെലെക്ക് രാഷ്ട്രീയ നിലപാടില്ല. രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാതിരിക്കാനുള്ള കൗശലം അദ്ദേഹം, അല്ലെങ്കിൽ അത് സൂചന പോലും നൽകാതിരിക്കാനുള്ള കൗശലം കാണിച്ചിട്ടുള്ള ആളാണ്. നെയ്മറെ പോലെയാണ്. സോക്രട്ടീസിൽ നിന്ന് നെയ്മറിലേക്കുള്ള ദൂരം വളരെ പ്രധാനമാണ്. ബ്രസീലിന്റെ ഇപ്പോഴത്തെ ഇതിഹാസ താരമാണല്ലോ നെയ്മർ. 80കളിലെ ഇതിഹാസ താരമാണ് സോക്രട്ടീസ്. സോക്രട്ടീസ് പട്ടാള ഭരണത്തിനെതിരെ തന്റെ നിലപാട് കളിക്കളങ്ങളിലും പുറത്തും പ്രഖ്യാപിച്ചപ്പോൾ നെയ്മർ ഈ കഴിഞ്ഞ ഖത്തർ ലോകകപ്പിന് വരുന്നതിന് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഖത്തർ ലോകകപ്പിൽ ഞാൻ നേടുന്ന ആദ്യത്തെ ഗോൾ ബ്രസീലിയൻ പ്രസിഡന്റ് ജയ് ബോൾസനാരോയ്ക്കുള്ളതായിരിക്കും, അദ്ദേഹത്തിന് സമർപ്പിക്കും. ആരാ ബോൾസനാരോ? ബോൾസനാരോ എന്ന് പറഞ്ഞാൽ ലക്ഷണമൊത്ത ഫാസിസ്റ്റാണ്. ഫാസിസ്റ്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ് അദ്ദേഹം. സ്വയം പ്രഖ്യാപിച്ചു ഞാനൊരു ഫാസിസ്റ്റാണ് എന്ന്. എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു, ബ്രസീലിലെ പഴയ പട്ടാള ഭരണകൂടം ഏതാനും ആയിരം ആളുകളെ കൂടി കൊന്നൊടുക്കിയിരുന്നെങ്കിൽ ഈ ഇടതുപക്ഷക്കാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ശല്യം തീർത്തും ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. ഒരു ചെറിയ തെറ്റവർ വരുത്തി കുറച്ചാളുകളെ കൊല്ലാതെ വിട്ടു. അതുകൂടി ചെയ്തിരുന്നെങ്കിൽ ഈ ശല്യം അവസാനിക്കുമായിരുന്നു എന്ന് ഇതാ 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ആളാണ് ബോൾസനാരോ. ആ ബോൾസനാരോയ്ക്ക് തൻ്റെ ഗോൾ സമർപ്പിക്കും എന്നാണ് ബ്രസീലിന്റെ ഇതിഹാസ താരം നെയ്മർ പ്രഖ്യാപിച്ചത്. പക്ഷേ നെയ്മറിനതിന് കഴിഞ്ഞില്ല. ഗോൾ നേടാത്തോണ്ടല്ല, ഖത്തറിൽ അദ്ദേഹം ആദ്യത്തെ ഗോൾ നേടിയപ്പോഴേക്കും ബ്രസീലിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബോൾസനാരോയെ പരാജയപ്പെടുത്തി ബോൾസനാരോ വർഷങ്ങളോളം ജയിലിലടച്ച തൊഴിലാളി നേതാവായ ഇടതുപക്ഷക്കാരൻ ലുലാ ഡ സിൽവയുടെ ഗവൺമെന്റ് തിരിച്ചധികാരത്തിൽ വന്നിരുന്നു. അതുകൊണ്ട് സമർപ്പിക്കാൻ നേരത്ത് പ്രസിഡന്റ് മാറിപ്പോയി. ബോൾസനാരോ പ്രസിഡന്റിന്റെ കസേരയിൽ ഉണ്ടായിരുന്നില്ല. ലുലാ ഡ സിൽവയാണ് പ്രസിഡന്റായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വർഗസമരത്തിന്റെ സംഘർഷ ഭൂമിയാണ് എല്ലാ കാലത്തും, എല്ലാ കളി മൈതാനങ്ങളും, പ്രത്യേകിച്ച് ഫുട്ബോൾ. ക്രിക്കറ്റിനെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാനാവില്ല. ഇപ്പോൾ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കൊക്കെ വന്നാൽ ഈ ഫുട്ബോളിന്റെ ഒരു വർഗ സ്വഭാവമുണ്ട്. അത് ഈ ജനകീയതയുമായിട്ട് കൂടി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കേരളത്തിന്റെ ഇന്ത്യയുടെയൊക്കെ ദേശീയ ടീമിൽ വളരെ പാവപ്പെട്ടവരും സാധാരണക്കാരും ദളിതരും പിന്നോക്കക്കാരുമായിട്ടുള്ള ഒട്ടേറെ പേർക്ക് ഫുട്ബോൾ ടീമിൽ ഇടം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൽ ഇന്നേ വരെ 2 ദളിതരെ കളിച്ചിട്ടുള്ളൂ. 2 പേരും എവിടെയും എത്താതെ പോയവരാണ്. ഒന്ന് ഏകനാഥ് സോൾക്കറാണ്, മറ്റൊന്ന് വിനോദ് കാംബ്ലിയാണ്. വിനോദ് കാംബ്ലി സച്ചിൻ ടെണ്ടുൽക്കറേക്കാൾ പ്രതിഭയുള്ളവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2 പേരും ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. സ്കൂൾ ക്രിക്കറ്റിൽ ലോക റെക്കോർഡ് കാംബ്ലിയും ടെണ്ടുൽക്കറും ചേർന്ന് നേടിയിട്ടുള്ളതാണ്. അന്ന് പരിശീലകരൊക്കെ പറഞ്ഞത് ടാലന്റ് കൊണ്ട് ടെണ്ടുൽക്കറേക്കാൾ മുമ്പിലാണ്. പക്ഷെ കാംബ്ലി എവിടെയും എത്താതെ പോയി. ഇന്ത്യക്ക് വേണ്ടി കുറച്ച് മത്സരങ്ങളൊക്കെ കളിച്ചു, എവിടെയും എത്താതെ പോയി എന്ന് നമുക്കറിയാം. കളത്തിന് പുറത്തും കളത്തിലുമൊക്കെ വിവേചനം നേരിട്ടിട്ടുള്ള, കാരണം ദളിതനായതുകൊണ്ട് വിവേചനം നേരിട്ടിട്ടുള്ള ഒരാളാണ് വിനോദ് കാംബ്ലി. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിക്കോ, ഉന്നത കുലജാതർ സവർണർ എല്ലാമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം കിട്ടിയിട്ടുള്ളവരെല്ലാം. VVS ലക്ഷ്മൺ ആവട്ടെ, ഇപ്പോൾ വന്നിട്ടുള്ള ശ്രേയസ് അയ്യർ ആവട്ടെ, പണ്ടുണ്ടായിരുന്ന വെങ്കടേഷ് പ്രസാദ് ആവട്ടെ, സുനിൽ ഗാവസ്കർ ആവട്ടെ, ദിലീപ് വെങ്സാർക്കർ ആവട്ടെ, ആരെടുത്ത് നോക്കിക്കോളൂ, ഇതിഹാസ താരങ്ങളെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് മാത്രം വന്നിട്ടുള്ളതാണ്. പക്ഷെ ഫുട്ബോളിൽ അങ്ങനെയല്ല. IM വിജയൻ മുതൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു വിജയൻ ക്രിക്കറ്റിൽ ഉണ്ടാവാത്തത്? ഇന്ത്യക്ക്
എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഫുട്ബോൾ താരങ്ങൾ ഉയർന്നു വരുന്നത് പോലെ ക്രിക്കറ്റിൽ ഇതുവരെ വരാതിരുന്നത്? ഇപ്പം അല്പം മാറ്റം വന്നിട്ടുണ്ട്. അത് ഈ IPL ഒക്കെ വന്നപ്പോൾ നമ്മുടെ പെരുന്തമണ്ണക്കാരൻ, നമ്മുടെ ആ കുട്ടിയുണ്ടല്ലോ വിഘ്നേഷിനൊക്കെ പോലെ ചെറിയ പട്ടണങ്ങളിൽ നിന്നുള്ള സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ടവർക്കൊക്കെ ഇപ്പൊരവസരം IPL ഒക്കെ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുട്ബോളിൻ്റെ ഈ വർഗപരമായിട്ടുള്ള ഉള്ളടക്കമുണ്ട്. അത് ജനങ്ങളുടെ ഒരു കളിയായിട്ട് വളർന്നു വന്നത്. ക്രിക്കറ്റും ഇപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വ്യത്യാസം ഇപ്പം നമുക്ക് കാണാം. ഫുട്ബോൾ പണ്ട് മുതലേ അങ്ങനെയാണ്. ആ ജനകീയ വിനോദത്തെ കൈയടക്കാൻ, അതിനെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള ഉപാധിയാക്കി മാറ്റാൻ, അതിനാണ് മുതലാളിത്തം എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. നവലിബറൽ മുതലാളിത്തവും അതിനാണ് ശ്രമിക്കുന്നത്. അപ്പോഴും അതിനകത്തു നിന്നുകൊണ്ട് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കളിക്കാർ, താരങ്ങൾ, ക്ലബ്ബുകൾ ഒക്കെ ഉണ്ട്. പല തലങ്ങളിൽ ഈ സമരത്തെ നയിക്കുന്നവർ. ഇപ്പോൾ സ്പെയിനിൽ റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ ഫ്രാങ്കോയുടെ ഫാസിസ്റ്റ് ഏകാധിപതിയുടെ ഉള്ളംകൈയിലിരുന്ന ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. ഫ്രാങ്കോയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് കൂടിയുള്ള ഒരു ബാധയായിരുന്നു. അപ്പുറത്ത് ബാഴ്സലോണയുണ്ട്, മെസ്സിയൊക്കെ കളിച്ചിട്ടുള്ള ബാഴ്സലോണ. ഇപ്പോൾ ബാഴ്സലോണ പക്ഷേ ഫ്രാങ്കോയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച ക്ലബ്ബാണ്. അതാണ് ബാഴ്സലോണയുടെ ജനപ്രീതിയുടെ തന്നെ അടിസ്ഥാനം. കാറ്റലോണിയൻ ദേശീയതയുടെ പ്രതീകം ആയിട്ടാണ് ബാഴ്സലോണ അറിയപ്പെട്ടത്. അങ്ങനെ ക്ലബ്ബുകൾ, കളിക്കാർ, പരിശീലകർ, ബിൽ ഷാങ്ക്ലിയെ പോലുള്ള പരിശീലകരുണ്ട്. ലിവർപൂളിന്റെ വിഖ്യാത പരിശീലകനാണ് ബിൽ ഷാങ്ക്ലി. ബിൽ ഷാങ്ക്ലിയാണ് പറഞ്ഞത്, ഫുട്ബോൾ ജീവൻ മരണ പ്രശ്നമാണെന്ന് ചിലർ കരുതുന്നു, ഞാൻ അവരോട് വിയോജിക്കുന്നു, എനിക്ക് അതിലും വലുതാണ് ഫുട്ബോൾ എന്ന് ബിൽ ഷാങ്ക്ലി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സോഷ്യലിസവും ഫുട്ബോളും തമ്മിൽ ഒത്തുപോകുന്നതിന്റെ കാരണമുണ്ട്. ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലിസ്റ്റ് മാതൃകയാണ്. എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. അതിൻ്റെ നേട്ടത്തിൻ്റെ പങ്ക് എല്ലാവർക്കും ഒരുപോലെ പങ്കുവയ്ക്കാൻ കഴിയുന്നു. അതാണ് ഫുട്ബോളിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് സോഷ്യലിസവും ഫുട്ബോളും തമ്മിൽ ഒരു സമാനതയുണ്ട് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ബിൽ ഷാങ്ക്ലി. അങ്ങനെയുള്ള പരിശീലകരുണ്ട്. അപ്പോൾ മറ്റെല്ലാ മേഖലയിലും എന്നതുപോലെ വർഗ സംഘർഷം ഏറ്റവും തീവ്രമായി പ്രതിഫലിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഫുട്ബോൾ എന്നും ആ വർഗ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച താരം എന്നതുകൊണ്ടുകൂടിയാണ് ഡീഗോ മറഡോണ മറ്റെല്ലാ താരങ്ങളെക്കാൾ മലയാളികൾക്ക്, മലപ്പുറത്തുകാർക്ക്, ലോകമെങ്ങുമുള്ള ചൂഷിത ജനതയ്ക്ക് പ്രിയപ്പെട്ടവനായിത്തീരുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യം.